നമസ്കാരം. എൻ്റെ 5ാമത്തെ ഭാരതയാത്ര ഇൻക്ലൂസീവ് ഇന്ത്യ. കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ആ യാത്രയിലെ ഫോട്ടോസ് ചേർത്ത് വെച്ച ആൽബമാണ് ഇത്. അതോടൊപ്പം തന്നെ അതിൻ്റെ വീഡിയോ ഡോക്യുമെൻ്ററി റെഡിയാണ്. ഇതെല്ലാം ഈ മെയ് 31 അടൂർ ഗോപാലകൃഷ്ണൻ സാർ റിലീസ് ചെയ്യാണ്. യാത്രാവിശേഷങ്ങൾ അധികം വൈകാതെ മനോഹരമായൊരു പുസ്തകമായിട്ട് പുറത്തിറക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പ് ഞങ്ങൾ നടത്തിയ 4 ഭാരതയാത്രകളിലും ഞങ്ങളുടെ പരിപാടി നടത്താൻ ജ്വലിച്ചൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തി ഇത്തവണ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാലം വരുത്തി വെച്ച മാറ്റം കണ്ട് എൻ്റെ കണ്ണ് നനഞ്ഞത് എഴുതി തുടങ്ങിയ സമയത്ത് ഒരു വല്ലാത്ത വിങ്ങല്. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഏകാന്തതയിലാണ്. ഏകാന്തത എന്നൊരവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരു ശാപമാണ്. മദർ തെരേസ പറഞ്ഞത് ഇങ്ങനെയാണ്: ഏകാന്തതയും ആർക്കും വേണ്ടാത്തവനാണ് എന്ന തോന്നലുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ഈ സോളിറ്റ്യൂഡ് എന്ന വാക്കിനും ലോൺലിനെസ് എന്ന വാക്കിനും നമ്മൾ ഗൂഗിളിൽ മലയാള പദം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏകാന്തത എന്ന അർത്ഥമാണ് കിട്ടുക. എന്നാൽ ഇത് രണ്ടാണ്. സോളിറ്റ്യൂഡ് നമ്മൾ സ്വന്തം ആഗ്രഹിച്ച് തിരഞ്ഞെടുക്കുന്നതാവാം. അതായത് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണം, കുറച്ച് ദിവസം ആരോരും ഇല്ലാതെ, ഒപ്പമില്ലാതെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കാറില്ലേ? എന്നാൽ ലോൺലിനെസ് അസഹനീയമാണ്, ഒറ്റപ്പെടലാണത്. താൻ അപ്രസക്തനായി പോകുന്നുണ്ട് എന്നൊരു തോന്നലാണ് ലോൺലിനെസ്. എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ട്. ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന കാലത്ത് വീടിൻ്റെ ഉമ്മറത്തും മുറ്റത്തും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് അദ്ദേഹം ശരിക്കും എൻജോയ് ചെയ്തിരുന്നു, ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചതോടുകൂടി ഒറ്റ ദിവസം കൊണ്ട് ആൾക്കൂട്ടം മുഴുവൻ അപ്രത്യക്ഷമായി. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പുറത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി മരിച്ചതോടുകൂടി ഏകാന്തത അദ്ദേഹത്തെ തളർത്തി. പഴയ ധീരതയും പ്രസരിപ്പും എല്ലാം എങ്ങോട്ട് പോയി. വളരെ ശാന്തനായി ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും. ചിലപ്പോൾ ഓരോന്ന് പറഞ്ഞ് കരയും. ഏറ്റവും ഉയരത്തിൽ നിന്ന്, വല്ലാത്ത തിരക്കുകളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഒപ്പമുണ്ടായിരുന്ന ചിലർ അങ്ങോട്ട് ഒലിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു ഏകാന്തതയിലേക്ക് നമ്മളെ അങ്ങോട്ട് എടുത്തെറിയും. അത്രയും കാലം അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലുമില്ല. ഏകാന്തതയെ നേരിടാൻ എന്താണ് ചെയ്യേണ്ടത്? നാളെ ഞാനും കടന്നു പോകേണ്ട ഒരു അവസ്ഥയെ നേരിടാൻ എന്തൊക്കെ ചെയ്യാം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുസ്തകങ്ങൾ വെറുതെ വായിക്കാറുണ്ട്. ഈ പുസ്തകം നല്ലതാണ്. ജീവിതം പ്രഭാപൂരിതമാക്കും. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ കൂടി പങ്കുവെക്കാൻ പറ്റുന്ന കുറേ ചങ്ങാതിമാരൊപ്പം ഉണ്ടായിരിക്കുക. അതെങ്ങനെയെങ്കിലും ആ സൗഹൃദം തുടരുക. ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തരാവുക. ആഡംബരത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് മാറുക. സൗമ്യമായിട്ട് ചിന്തിക്കുക, മൃദുവായിട്ട് സംസാരിക്കുക, തുറന്നു പെരുമാറുക. ഈ വളർത്തു പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങളോട് വർത്തമാനം പറയുക, അവരോട് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുക. ഈ പുസ്തകത്തിൽ ആ ഒരു പോർഷൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റിനും ഇതൊന്നും ചെയ്തു തരാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കേണ്ടതാണ്. കാരണം ഒരവസരത്തിൽ നിങ്ങൾ ഏകാന്തതയിലേക്ക് വഴിമാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്.